भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥ അധ ഏകസപ്തതിതമോऽധ്യായ. ശ്രീശുക ഉവാച ഇത്യുദീരിതമാകർണ്യ ദേവർഷേരുദ്ധവോ ബ്രവീൽ സഭ്യാനാം മതമാജ്ഞായ കൃഷ്ണസ്യ ച മഹാമതി. ഉദ്ധവ ഉവാച യദുക്തമൃഷിണാ ദേവാസാജിവ്യം യക്ഷ്യതസ്ത്വയാ കാര്യം പൈതൃഷ്വസേയസ്യ രക്ഷാ ച ശരണൈഷിണാം. യഷ്ടവ്യം രാജസൂയേന ദിക്ചക്രജൈനാ വിഭോ അതോ ജരാസുതജയ ഉഭയാർദ്ധോ മതോ മമ. അസ്മാകം ച മഹാനർത്ഥോ ഹ്യേതേനൈവ ഭവിഷ്യതി യശശ്ച തവ ഗോവിന്ദ രാജ്ഞോ ബദ്ധാൻ വിമുഞ്ചത. സ വൈ ദുർവിഷഹോ രാജാ നാഗായുധസമോ ബലേ ബലിനാമപി ചാന്യേഷാം ഭീമം സമബലം വിനാ. ദ്വൈരഥേ സതു ജയതവ്യോ മാ ശതാക്ഷൗഹിണീർയുത. ബ്രഹ്മണ്യോഭ്യർത്ഥിതോ വിപ്രൈർന പ്രത്യാഖ്യാതികർഹിചിൽ. ബ്രഹ്മവേഷധരോ ഗത്വാ തം ഭിക്ഷേത വൃകോദര. ഹനിഷ്യതി ന സന്ദേഹോ ദ്വൈരഥേ തവ സന്നിധൗ. നിമിത്തം പരമീശസ്യ വിശ്വസർഗനിരോധയോ ഹിരണ്യഗർഭശർവശ്ചാകാലസ്യാരൂപിണസ്തവ. ഗായന്തി തേ വിശതകർമ്മഗൃഹേഷു ദേവ്യോ രാജ്ഞാം സ്വശത്രുവധമാത്മവിമോക്ഷണം ച. ഗോപ്യശ്ച കുഞ്ചരപതേർജനകാത്മജായ പിത്രോശ്ച ലബ്ധശരണാ മുനയോ വയം ച. ജരാസന്ധവധ കൃഷ്ണ ഭൂര്യർത്ഥായോപകൽപ്പത്തെ പ്രായപ്പാകവിപാകേന തവ ചാഭിമതകൃതു. ശ്രീശുക ഉവാച ഇത്യുദ്ധവവചോ രാജൻ സർവതോ ഭദ്രമച്യുതം. ദേവർഷിർയദുവൃദ്ധാശ്ച കൃഷ്ണശ്ച പ്രത്യപൂജയൻ. അധാദിശൽ പ്രയാണായ ഭഗവാൻ ദേവകീസുത. ഭൃത്യാൻ ദാരുകജൈത്രാദീനനുജ്ഞാപ്യ ഗുരൂൻ വിഭു. നിർഗമയ്യാവരോധാൻ സ്വാൻ സസുതാൻ സപരിച്ഛദാൻ. സംഘർഷണമനുജ്ഞാപ്യ യദുരാജം ച ശത്രുഹൻ. തതോ രഥദ്വിപഭടസാദിദായകൈ കരാളയാ പരിവൃതാത്മസേനയാ. മൃദംഗഭേര്യാനക ശംഖഗോമുഖൈ പ്രഘോഷഘോഷിത് കകുഭോ നിരാക്രമൽ. നിർവാജികാഞ്ജന ശിബികാഭിരച്യുതം സഹാത്മജാപതിമനുസുവ്രതായയു. വരാംബരാഭരണവിലേപനസ്രജാ സുസംവൃതാ നൃഭിരസി ചർമ്മപാണിഭി.
നരോഷ്ട്രഗോ മഹിഷഘരാശ്വതര്യനഃകരേണുഭിഃ പരിജനവാരയോഷിത സ്വലംകൃത കടകുടികമ്പളാംബരാദ്യുപസ്കര യയുരധിയുജ്യ സർവതാ ബലം ച ബൃഹദ്ധ്വജ പടഛത്ര ചാമരേർവരായുധാഭരണകിരീടവർമ്മഭി ദിവാംശുഭിസ്തു മുലരവംബഭൗരവേർയധാർണവ ക്ഷുഭിതതിമിംഗിലോർമിഭി അധോ മുനിർയദുപതിനാ സഭാജിത പ്രണമ്യ തം ഹൃദി വിദധത് വിഹായ സാ നിശമ്യ തദ്യവസിതമാഹൃതാർഹണോ മുകുന്ദ സന്ദർശന നിർവൃതേന്ദ്രിയ രാജദൂതമുവാചേദം ഭഗവാൻ പ്രീണയൻ ഗിരാ മാ ഭൈഷ്ട ദൂത ഭദ്രം വോ ഘാതയിഷ്യാമി മാ ഗധം ഇത്യുക്ത പ്രസ്ഥിതോ ദൂത യഥാവദവദവൻ നൃപാൻ തേപി സന്ദർശനം ശൗരേ പ്രത്യേക്ഷൻ യന്മുമുക്ഷവാ ആനർത്തസൗവീരമരും സ്തീർത്വാ വിനശനം ഹരി ഗിരീന്നദീരതീയായ പുരഗ്രാമവ്രജാകരാൻ തതോ ദൃഷദ്വതിം തീർത്വാ മുകുന്ദോധ സരസ്വതിം പഞ്ചാലാനധ മത്സ്यांश्च ശക്രപ്രസ്ഥമധാഗമൽ തമുപാഗതമാകർണ്യ പ്രീതോ ദുർദർശനം നൃണാം അജാതശത്രുർനിരഗാൽ സോപാധ്യായ സുഹൃവൃത ഗീതവാദിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസാ അഭ്യയാൽ സഹൃഷീകേശം പ്രാണമിവാദൃത ദൃഷ്ട്വാ വിക്ലിന്ന ഹൃദയ കൃഷ്ണം സ്നേഹേന പാണ്ഡവ ചിരാൽ ദൃഷ്ടം പ്രിയതമം സസ്വജേധ പുനഃ പുനഃ ദോർഭ്യാം പരിഷ്വജ്യരത്മാമലാലയം മുകുന്ദഗാത്രം നൃപതിർഹതാശുഭ ലേഭേ പരാം നിർവൃതിമശ്രുലോചനോ ഹൃഷ്യത്തനുർവിസ്മൃതലോകവിഭ്രമ തം മാതുലേയം പരിരഭ്യ നിർവൃതോ ഭീമസ്മയൻ പ്രേമജവാകുലേന്ദ്രിയ യമൗ കിരീടീ ച സുഹൃത്തമം മുദാ പ്രവൃദ്ധബാഷ്പാ പരിരേഭിരേച്യുതം അർജുനേന പരിഷ്വക്തോ യമാഭ്യാമഭിവാദിത ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ വൃദ്ധേഭ്യശ്ച യഥാർഹത മാനിതോ മാനയാമാസ കുരുസൃഞ്ജയ കേകയാൻ സൂതമാഗധഗന്ധർവാ ബന്ദിനശ്ചോപമന്ത്രിണ മൃദംഗശംഖപടഹ വീണാപണവഗോമുഖൈ ബ്രാഹ്മണാശ്ചാരവിന്ദാക്ഷം തുഷ്ടുവുർനൃജഗു ഏവം സുഹൃദ്ഭിഃ പര്യസ്ത പുണ്യശ്ലോകശിഖാമണി സംസ്തൂയമാനോ ഭഗവാൻ വിവേശാലങ്കൃതം പുരം സംസിക്തവർമ്മ കരിണം മദഗന്ധതോയൈശ്ചിത്രധ്വജൈ കനകതോരണപൂർണകുംഭൈ മൃഷ്ടാത്മഭിർനവദുകൂലവിഭൂഷണസ്രഗന്ധേന്ദ്രഭിർയുവതിഭിശ്ച വിരാജമാനം ഉദ്ദീപ്തദീപബലിഭിഃ പ്രതിസത്മജാലനിര്യാതധൂപരുചിരം വിലസൽപതാകം മൂർധന്യഹേമകലശൈരജതോരുശൃംഗേർജുഷ്ടം ദദർശ ഭവനൈ കുരുരാജധാമ പ്രാപ്തം നിശമ്യ നരലോചനപാനപാത്രം ഔത്സുക്യവിശ്ലഥിതകേശദുകൂലബന്ധ സദ്യോ വിസൃജ്യ ഗൃഹകർമ്മപതീംശ്ച തൽപേ ദ്രഷ്ടും യയുർയുവതയസ്മനരേന്ദ്രമാർഗം തസ്മിൻ സുസങ്കുല ഇഭാശ്വരഥദ്വിപദ്ഭിഃ കൃഷ്ണം സഭാര്യമുപലഭ്യ ഗൃഹാധിരൂഢ നാര്യോ വിഗീര്യ കുസുമൈർമനസോപഗുഹ്യ സുസ്വാഗതം വിദധുരുസ്മയ വീക്ഷിതേന ഊചു സ്ത്രിയ പഥി നിരീക്ഷ്യ മുകുന്ദപത്നീസ്താരായഥോടുപസഹാ കിമകാര്യമൂഭി യച്ചക്ഷുഷാം പുരുഷമൗലിരുദാരഹാസലീലാവലോകകലയോത്സവമാതനോതി തത്ര തത്രോപസംഗമ്യ പൗരാമംഗളപാണയാ ചക്രുസപര്യാം കൃഷ്ണസ്യ ശ്രേണീമുഖ്യാ തൈനസാ അന്തഃപുരജനൈ പ്രീത്യാ മുകുന്ദഭുല്ലലോചനൈ സസംഭ്രമൈരഭ്യുപേതാ പ്രാവിശദ്രാജമന്ദിരം വൃഥാ വിലോക്യ ഭ്രാത്രേയം കൃഷ്ണം ത്രിഭുവനേശ്വരം പ്രീതാത്മോദ്ധായ പര്യങ്കാൽ സസ്നുഷാ പരിഷസ്വചേ ഗോവിന്ദം ഗൃഹമാനീയാ ദേവദേവേശമാദൃത
പൂജായാം നാവിദൽ കൃത്യം പ്രമോദോപഹതോ നൃപ. പിതൃഷ്വസുർഗുരുസ്ത്രീണാം കൃഷ്ണശ്ചക്രേഭിവാദനം സ്വയം ച കൃഷ്ണയാ രാജൻ ഭഗിന്യാ ചാഭിവന്ദിത. ശ്വശ്വാ സഞ്ജോതിതാ കൃഷ്ണ കൃഷ്ണപത്നീശ്ച സർവശാ ആനർച്ച രുക്മിണീം സത്യാം ഭദ്രാം ജാംബവതീം തഥാ. കാളിന്ദീം മിത്രവിന്ദാം ച ശൈബ്യാം നാഗ്നജിതീം സതീം അന്യശ്ചാഭ്യാഗതായാസ്തു വാസസ്ത്രങ്മണ്ഡനാദിഭിः. സുഖം നിവാസയാമാസ ധർമ്മരാജോ ജനാർദ്ദനം സസൈന്യം സാനുഗാമാത്യം സഭാര്യം ച നവം നവം. തർപ്പയിത്വാ ഘാണ്ഡവേനാവഹ്നിം ഫാൽഗുനസംയുത മോചയിത്വാ മയം യേന രാജ്ഞേ ദിവ്യാ സഭാ കൃതാ. ഉവാസ കതിചിന്മാസാൻ രാജ്ഞപ്രിയചികീർഷയാ വിഹരൻ രഥമാരുഹ്യ ഫാൽഗുനേന ഭടൈർവൃത. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ കൃഷ്ണസ്യ ഇന്ദ്രപ്രസ്ഥാഗമനം നാമ ഏകസപ്തതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി. പ്രസീദാച്യുത മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാന്റെ കാരുണ്യാതിരേകം കൊണ്ട് വീണ്ടും ഒരു സുദിനം കൂടി വൈശാഖമാസത്തിലെ പുണ്യം നിറഞ്ഞ ഈ ദിവസം ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരോപാസനയുടെ 668 ദിവസമാണ്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 71 അധ്യായമാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിലെ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ആദ്യത്തെ 10 ശ്ലോകങ്ങൾ. ശ്രീശു ബ്രഹ്മശ്രീ പറയുന്നു: ഇത്യുദീരിതമാകർണ്യാ ദേവർഷേരുദ്ധവോ ബ്രവീൽ സഭ്യാനാം മതമാജ്ഞായ കൃഷ്ണസ്യ ച മഹാമതി. ഇങ്ങനെ ദേവർഷിയുടെ ഉദീരിതം ആകർണ്യ വാക്കിനെ കേട്ടിട്ട് സഭ്യാനാം സഭ്യന്മാരുടെയും കൃഷ്ണസ്യ ച കൃഷ്ണന്റെയും മതം ആജ്ഞായാച അഭിപ്രായത്തെ അറിഞ്ഞിട്ടും മഹാമതി ഉദ്ധവ അബ്രവീൽ മഹാബുദ്ധിമാനായ ഭക്തനായ ഉദ്ധവൻ പറയാൻ തുടങ്ങി. രാജസൂയത്തിന് പോകണം എന്ന നാരദവാക്യം കേട്ടു. ജരാസന്ധവധത്തിന് പോകണം എന്ന് സഭ്യന്മാർക്കും രണ്ടും സാധിക്കണമെന്ന് കൃഷ്ണനും ഉള്ള അഭിപ്രായം അത് വേണ്ടതുപോലെ അറിഞ്ഞ അതിബുദ്ധിമാനായ ഉദ്ധവൻ അതിനുള്ള വഴി ഭഗവാന്റെ തന്നെ സങ്കല്പം അറിഞ്ഞ് അവിടെ പറയാൻ ആരംഭിച്ചു. ഉദ്ധവൻ പറയുകയാണ്: യദുക്തം ഋഷിണാദേവ സാജീവ്യം യക്ഷ്യതസ്ത്വയാ കാര്യം പൈതൃഷ്വസേയസ്യ രക്ഷാച ശരണൈഷിണ. ഉദ്ധവൻ പറയുകയാണ്: ഹേ ദേവ, ഭഗവാനെ, യക്ഷ്യത പൈതൃഷ്വസേയസ്യ ത്വയാ സാജീവ്യം ഋഷിണ യത് ഉക്തം തത്. അത് കാര്യം ഏറ്റവും ചെയ്യാൻ യോഗ്യമായത് അതാണെന്ന്. യജിക്കാൻ ആഗ്രഹിക്കുന്ന പിതൃസഹോദരിയുടെ പുത്രൻ പൈതൃഷ്വസേയസ്യ ആ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ആഗ്രഹമുണ്ടല്ലോ, ത്വയാ സാജീവ്യം അങ്ങയുടെ സഹായം കൊണ്ട് അത് നടക്കണം, രാജസൂയം നടക്കണം എന്ന് ഋഷിണ യത് ഉക്തം ഈ ദേവർഷി മുനി എന്താണോ പറഞ്ഞത് അത് ആണ് ചെയ്യാൻ യോഗ്യമായിട്ടുള്ളത്. ശരണൈഷിണാം രക്ഷാച കാര്യം. ശരണാഗതിയായിട്ടുള്ള മഗധയിൽ ആ മാഗധന്റെ ജരാസന്ധന്റെ തടവറയിൽ കിടക്കുന്ന ആളുകൾ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. ആ ശരണാഗതികളുടെ കാര്യവും വേണ്ട പോലെ നടപ്പാക്കേണ്ടതാണ്. 2 കാര്യങ്ങളും. പിതൃസഹോദരി പുത്രനായ യുധിഷ്ഠിരൻ രാജസൂയം ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
അതിനങ്ങ് സഹായിക്കണം. അതേപോലെ തന്നെ ജരാസന്ധൻ തടവിൽ വെച്ചിരിക്കുന്ന രാജാക്കന്മാർ, അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ശരണാഗത രക്ഷയും അങ്ങ് ചെയ്യേണ്ടതാണ്. യഷ്ടവ്യം രാജസൂയേന ദിക്ചക്രജൈന വിഭോ അതോ ജരാസുതജയ ഉഭയാർത്ഥോ മതോ മമ. എൻ്റെ അഭിപ്രായം എന്താണ് പറയുകയാണ്, വിഭോ അങ്ങക്ക് എല്ലാം സാധിക്കുന്ന ആളാണ്. ദിക്ചക്രജൈന ദിക്സമൂഹങ്ങളെ ജയിക്കാൻ ശക്തിയുള്ളവനാൽ രാജസൂയം കൊണ്ട് യജിക്കപ്പെടാൻ യോഗ്യം. രാജസൂയം യജിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എല്ലാ ലോകങ്ങളെയും കീഴടക്കണം. അതുകൊണ്ട് ജരാസുത ജയഹ, അതിലൂടെ ജരാസന്ധനെ ജയിക്കാം, ജരാസുതനെ ജയിക്കാം. ഉഭയാർത്ഥ, രണ്ട് കാര്യങ്ങളെയും വേണ്ട പോലെ സാധിക്കും അതിലൂടെ. കാര്യതത്വം നിശ്ചയിക്കാൻ അങ്ങയെപ്പോലെ അറിയുന്ന വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഹേ വിഭോ എന്ന് പറഞ്ഞത്. തത്വാവധാരണ സാമർഥ്യം ഉള്ള ആളാണ് ഭഗവാൻ. എങ്കിലും രണ്ട് കാര്യവും സാധിക്കാനുള്ളൊരു ഉപായം ഞാൻ തോന്നിയത് പറയാം. രാജസൂയം എന്ന യാഗം സകല ദിക്കിലുള്ള രാജാക്കന്മാരെയും വിജയിച്ച് ചക്രവർത്തിയായിട്ട് ചെയ്യേണ്ടുന്ന യാഗമാണ്. ശരണാഗതന്മാരെ രക്ഷിക്കണമെങ്കിൽ എന്തു വേണം? ജരാസന്ധനെ ജയിക്കണം. ഈ രണ്ട് കാര്യവും ഇതിലൂടെ ഈ ദിഗ്വിജയത്തിന്റെ ഭാഗമായിട്ട് ജരാസന്ധനെയും ഇല്ലാതെയാക്കാൻ സാധിക്കും. അസ്മാകം ച മഹാനർത്ഥോ ഹേതേനൈവ ഭവിഷ്യതി യശശ്ച തവ ഗോവിന്ദ രാജ്ഞോ ബദ്ധാൻ വിമുഞ്ചത. ഏതേന ഏവ, ഇതുകൊണ്ട് തന്നെ അസ്മാകം നമ്മൾക്ക് മഹാനർത്ഥഹാച വലിയൊരു കാര്യം ഉണ്ടാവും. അല്ലയോ ഗോവിന്ദ, ബദ്ധാൻ രാജ്ഞഃ വിമുഞ്ചതഃ, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന തടവിലാക്കപ്പെട്ടിരിക്കുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കുന്നതിലൂടെ അങ്ങേക്ക് യശസ്സും ഉണ്ടാകും. ജരാസന്ധനെ വധിക്കുന്നത് കൊണ്ട് വലിയ കാര്യം സാധിച്ചു എന്ന് വരുന്നതാണ്. കാരണം ലോകവാസികൾക്ക് ഭയം തീർക്കാൻ സാധിക്കും. സ്വർഗത്തിൽ ചെന്ന കാമധേനുവിനെയും കൽപ്പവൃക്ഷത്തെയും കൊണ്ടുവരാൻ സാധിച്ച അങ്ങക്ക് ജരാസന്ധനെ തോൽപ്പിക്കാൻ ഒരു വിഷമവുമില്ല, ഒരു ഭയവുമില്ല. ആ ജരാസന്ധനെയും അങ്ങക്ക് പേടിയില്ല. എങ്കിലും ലോകഭയത്തെ ഇല്ലാതെയാക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങ് ആ ജരയാൽ സന്ധിക്കപ്പെട്ട ആ ചക്രവർത്തിയെ ഇല്ലാതെയാക്കിയാൽ രാജാക്കന്മാരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും. അങ്ങയുടെ കീർത്തി വർദ്ധിക്കുകയും ചെയ്യും. സവൈ ദുർവിഷഹോ രാജ നാഗായുത സമോ ബലേ ബലിനാമപി ചാന്യേഷാം ഭീമം സമബലം വിനാ. ഇനി ബലേ നാഗായുധ സമഹ സ രാജ, ബലത്തിന്റെ കാര്യത്തിൽ നാഗായുധ സമൻ, നാഗം എന്ന് പറഞ്ഞാൽ ആന. ഇവിടെ 10,000 ആയുധം നാഗത്തിന് തുല്യമാണ്, 10,000 ആനകൾക്ക് തുല്യമാണ് ആ രാജാവ്. സമബലം ഭീമം വിന, തുല്യബലമുള്ള ഭീമനെ കൂടാതെ അന്യേഷാം ബലിനാം അപി, അന്യരായ മറ്റ് ബലികൾക്കു കൂടി ദുർവിഷഹ, അവിടെ സഹിക്കാൻ അശക്തരാണ് ഈ ജരാസന്ധൻ. അവനോട് തുല്യമായ ബലമുള്ള ആള് ഭീമസേനൻ മാത്രമാണ്. അതുകൊണ്ട് ഭീമസേനൻ തന്നെ ജരാസന്ധനെ വധിക്കുക, അല്ലാതെ മറ്റൊരാൾക്ക് ജരാസന്ധനെ കൊല്ലാൻ സാധിക്കില്ല. അത് എങ്ങനെ വേണം എന്നാണ് പറയണത്. ദ്വൈരഥേ സതുജേതവ്യോ മാ ശതാക്ഷൗഹിണീയുത ബ്രഹ്മണ്യോഭ്യർത്ഥിതോ വിപ്രേർ ന പ്രത്യാഖ്യാതി കർഹിച്ചിൽ സതു. ആ ജരാസന്ധനുള്ള അവനാവട്ടെ ദ്വൈരഥേ, ദ്വന്ദ്വയുദ്ധത്തിൽ ജയിക്കപ്പെടാൻ യോഗ്യനാണ്. ശതാക്ഷൗഹിണിയുത, 100 അക്ഷൗഹിണി സഹിതനായി മാ, ഒരിക്കലും അവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ബ്രാഹ്മണ ഭക്തൻ, ബ്രാഹ്മണരാൽ പ്രാർത്ഥിക്കപ്പെട്ടത് കർഹിച്ചിൽ ന പ്രത്യാഖ്യാതി, ഒരിക്കലും നിരാകരിക്കില്ല. അതുകൊണ്ട് എന്തു വേണം? അവനെ ദ്വന്ദ്വയുദ്ധത്തിൽ ജയിക്കണം. 100 അക്ഷൗഹിണി സൈന്യം ഉണ്ട് അവന്. അതോടുകൂടി യുദ്ധത്തിന് വരുന്ന അവനെയും സൈന്യത്തെയും നശിപ്പിക്കുക, അത് വേണ്ട കാര്യമില്ല. കാരണം അതിൽ അനേകം നിരപരാധികളായിട്ടുള്ള രാജാക്കന്മാർ പെടും. അവരെയൊക്കെ സംഹരിച്ചാൽ രാജസൂയത്തിന്റെ ശോഭയും മേന്മയും ആ ധർമ്മപഥം അത് മോശമായിട്ട് വരും. അതുകൊണ്ട് എന്തു വേണം? ദ്വന്ദ്വയുദ്ധത്തിന് സൈന്യത്തെ അയച്ചാൽ എന്തായിരിക്കും? അപ്പോ അതിനുള്ള വഴി എന്താണെന്നറിയോ?
സത്യത്തിൽ ഈ ജരാസന്ധൻ വലിയ ബ്രാഹ്മണ ഭക്തനാണ്. ബ്രാഹ്മണര് ചെന്ന് എന്തു ചോദിച്ചാലും കൊടുക്കും, ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. അതുകൊണ്ട് ബ്രാഹ്മണരുടെ രൂപത്തിൽ ഭഗവാനെ അങ്ങും ഭീമസേനനും അർജുനും കൂടി പോണം. ബ്രഹ്മവേഷധരോ ഗത്വാ തം ഭിക്ഷേത വൃകോദര ഹനിഷ്യതി ന സന്ദേഹോ ദ്വൈരഥേ തവ സന്നിധൗ ഹനിഷ്യതി. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഭീമസേന അവനെ കൊല്ലാൻ സാധിക്കും. ന സന്ദേഹ, ഒരു സംശയമില്ല. അപ്പൊ ബ്രഹ്മവേഷധര, ബ്രാഹ്മണവേഷം ധരിച്ചവനായിട്ട് ഭീമസേനൻ പോയി അവനോട് ഭിക്ഷയാചിക്കണം. അപ്പൊ എന്താ വേണ്ടതെന്ന് ചോദിക്കും. എന്ത് വേണമെങ്കിൽ തരാന്ന് പറയും. അപ്പൊ പറയാ ദ്വന്ദ്വയുദ്ധം വേണം, എന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്യണം. അങ്ങനെ ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ ഇടവന്നാൽ അവര് സമബലന്മാരാണെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ആ ഭീമസേനന് ജയിക്കാൻ സാധിക്കുക? തവ സന്നിധൗ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ജയിക്കാൻ സാധിക്കും. അതാണ് വഴി. നിമിത്തം പരമീശസ്യ വിശ്വസർഗനിരോധയോ ഹിരണ്യഗർഭ ശർവശ്ച കാലസ്യാരൂപിണസ്തവ. എങ്ങനെയാണെന്നെങ്കിൽ അരൂപിണഃ കാലസ്യ ഈശസ്യ തവ, രൂപരഹിതനായും കാലസ്വരൂപനായും നിയന്താവായുമായിരിക്കുന്ന അങ്ങയുടെ വിശ്വസർഗ നിരോധയോ, ലോകസൃഷ്ടി സംഹാരങ്ങളിൽ ഹിരണ്യഗർഭ ശർവഹാച, ഹിരണ്യഗർഭൻ ബ്രഹ്മാവ്, ശർവൻ മഹാദേവൻ, രണ്ടുപേരും ഒരു നിമിത്തം മാത്രം, എല്ലാം അങ്ങ് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ്. സൃജതി അവധി അത്തി, എല്ലാം ലോകത്തെ സൃഷ്ടിക്കുന്നതും സംഭരിക്കുന്നതും രക്ഷിക്കുന്നതും ഒക്കെ അവിടുന്നാണ്. സൃഷ്ടി ബ്രഹ്മാവും സംഹാരം മഹാദേവനും ആണെന്ന് പറയുന്നുണ്ടല്ലോ. എങ്കിലും അതൊക്കെ തന്നെ അവർ ഒരു നിമിത്തം മാത്രം, വാസ്തവമായ കർത്തൃത്വം അവർക്കില്ല. അതേപോലെ ഭീമസേനനും കൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ജരാസന്ധനെ ആരാ നിഗ്രഹിക്കുന്നത്? ജനാർദ്ദനനായിരിക്കുന്ന അവിടുന്ന് തന്നെ. എന്നിട്ട് പറയുകയാണ്, ആ ജരാസന്ധൻ തടവിലാക്കിയിരിക്കുന്ന രാജാക്കന്മാരുടെ ഭാര്യമാര് കുട്ടികളെ പാട്ടുപാടി ഓർക്കുമ്പോ അവരെന്താ പറയാ? ഗായന്തി തേ വിശദ കർമ്മ ഗൃഹേഷു ദേവ്യോ രാജ്ഞാം സ്വശത്രുവധമാത്മവിമോക്ഷണം ച ഗോപ്യശ്ച കുഞ്ചരപതേർജനകാത്മജായ പിത്രോശ്ച ലബ്ധശരണാ മുനയോ വയം ച. കുഞ്ചരപതേ, മഹാഗജത്തിൻ്റെയും ജനകാത്മജായാം സീതയുടെയും പിത്രോജ, പിതാക്കന്മാരുടെയും മോചനത്തെ ലബ്ധശരണ, ലഭിക്കപ്പെട്ട ശരണത്തോടുകൂടിയവരായ മുനികളും വയം ച, ഞങ്ങളും പാടുന്നത് പോലെ രാജ്ഞാം ദേവ്യ, രാജാക്കന്മാരുടെ രാജപത്നിമാർ ഗോപ്യ ഇവ, ഗോപികമാരെ പോലെ സ്വശത്രുവധം, തങ്ങളുടെ ശത്രുക്കളുടെ വധത്തോടുകൂടിയ ആ തങ്ങളെ മോചിപ്പിച്ച രൂപത്തോടുകൂടിയ അങ്ങയുടെ ആ വിശദകർമ്മ നിർമ്മലമായ പ്രവൃത്തിയെ ഗൃഹേഷു ഗായന്തി, ഗൃഹത്തിൽ പാട്ടുപാടിക്കൊണ്ടേയിരിക്കണു എന്നാണ്. പാട്ടുപാടി ഉറക്കുമ്പോ പറയും, കുട്ടി കരയണ്ട, ഉണ്ണി കരയണ്ട, അല്ലേ? ദാ ശ്രീകൃഷ്ണൻ നിന്റെ പിതാവിനെ രക്ഷിച്ചു കൊണ്ടുവരും, ജരാസന്ധനെ കൊന്ന് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കും. ശംഖുചൂടനെ വധിച്ച് ഗോപികമാരെ രക്ഷിച്ചതാരാ? ശ്രീകൃഷ്ണൻ. മുതലയാൽ കടിക്കപ്പെട്ട ഗജേന്ദ്രനെ തൻ്റെ ചക്രം കൊണ്ട് ആ നക്രത്തിന്റെ ശിരസ്സറുത്ത് ഗജേന്ദ്രന് തൻ്റെ തന്നെ സ്വരൂപം നൽകി അനുഗ്രഹിച്ചതാരാ? ശ്രീകൃഷ്ണൻ. അതേപോലെ സീതയെ കട്ടുകൊണ്ടുപോയ രാവണൻ ആ ജനകാത്മജായ ജനകപുത്രിയായ സീതയ്ക്ക് രക്ഷ കൊടുത്തതാരാ? അത് ആ ശ്രീകൃഷ്ണൻ. അതേപോലെ നിന്റെ പിതാവിന്റെ ശത്രുവിനെ, ആ ജരാസന്ധനെ സംഹരിച്ച് അച്ഛനെയും രക്ഷിക്കും. അപ്പോ അവിടുത്തെ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുന്ന ഋഷീശ്വരന്മാരും ഞങ്ങളുമൊക്കെ അങ്ങേ സ്തുതിക്കുന്നത് പോലെ ആ രാജപത്നിമാര്, ആ പട്ടമഹിഷികള്, അവരുടെ കുട്ടികളെ പാട്ടുപാടി ഉറക്കുമ്പോ ഇതൊക്കെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജരാസന്ധനെ വേഗം നിഗ്രഹിക്കണേ. ജരാസന്ധവധ കൃഷ്ണ ഭൂര്യർത്ഥായോപകൽപ്പതേ പ്രായ പാകവിപാകേന തവ ചാഭിമത ക്രതു. ഹേ കൃഷ്ണ,
ജരാസന്ധവധഃ ഭൂര്യർത്ഥായ. ജരാസന്ധനെ കൊല്ലുക എന്നുള്ളത് അനേക കാര്യങ്ങളുടെ നിവൃത്തിക്ക് യോഗ്യമായിട്ട് തീരും, ഉപകൽപ്പത്തെ സമർത്ഥമായിട്ട് തീരും. പ്രായേണ പാകവിഭാഗേന കർമ്മപരിഭാഗം കൊണ്ട് ക്രതു ആ യാഗം തവച അഭിമത അങ്ങയ്ക്കും സമ്മതമാണല്ലോ. ജരാസന്ധനെ വേഗത്തിൽ കൊല്ലുന്നത് കൊണ്ട് ഭക്തദ്രോഹി വിനശ്യതി എന്നും മമേ ഭക്ത പ്രണശ്യതി എന്നുള്ളതുമായിട്ടുള്ള അവിടുത്തെ പ്രതിജ്ഞകൾ സത്യമായിട്ട് തീരും. രാജാക്കന്മാരുടെ ബന്ധമോചനം നടത്തി അവരെ രക്ഷിക്കുക, രാജസൂയം നടത്തുക, അതുകൊണ്ട് അവിടുത്തേക്ക് സൽകീർത്തി ഉണ്ടാവും. ജരാസന്ധന് നേരെ ചെയ്യേണ്ട പ്രതിക്രിയയും ചെയ്തു കഴിയും. ഭൂഭാരം നശിപ്പിക്കുക എന്നുള്ള അവതാര പ്രയോജനവും നടക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഒരേ ഒരു ജരാസന്ധനെ കൊല്ലുന്നത് കൊണ്ട് സാധിക്കും. അപ്പോ രാജാക്കന്മാരുടെ പുണ്യകർമ്മ പരിഭാഗം കൊണ്ടാണ്, ജരാസന്ധാദികളുടെ പാപകർമ്മങ്ങളുടെ പരിഭാഗം കൊണ്ടാണ് ഈ രാജസൂയം ഇപ്പൊ നടത്തണം എന്ന് ധർമ്മപുത്രർക്ക് തോന്നിയത്. അപ്പൊ ഈ പാകം വളരെ വേണ്ട സമയമായി. അതുകൊണ്ട് ഈ യാഗത്തെക്കുറിച്ച് അങ്ങയ്ക്കുള്ള സന്തോഷം കാണിച്ചും കൊണ്ട് അങ്ങ് ആദ്യം യാഗത്തിന് പോകണം എന്ന് ഉദ്ധവൻ ദാ സൂചിപ്പിക്കണു. തുടർന്നുള്ള രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കണു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ
ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.